ഡൂംസ്ഡേയുടെ സീക്രട്ട് പാർട്സിന്റെ പുറകിലാണെന്നറിയാം. പക്ഷെ കുറച്ച് കാലം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. ലൈക്ക് ഗ്യാങ് ഡൈനാസ്റ്റി ആയിരുന്നു കത്തി കടന്നത്. ജോനാഥൻ മേജേഴ്സിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു കാര്യം അവർ ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പൊ നിലവിൽ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നത്. ഇത് വലിയൊരു ലെങ്ത് ആയി പോകുന്നത് കൊണ്ട് തന്നെ പാർട്ടായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ കഥയ്ക്ക് പ്രസക്തി എന്ന്. പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് കേട്ടിരിക്കും എന്താ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ. നിങ്ങളുടെ വീഡിയോയുടെ റെസ്പോൺസിബിലിറ്റിക്ക് ഞാൻ ബാക്കി പാട്ടുകൾ ചെയ്യുന്നത്. ചുമ്മാ റെസ്പോൺസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയ റോസ് പൂന്തോട്ടമാണ്, അതായത് റോസ് ഫീൽഡ്. അതിന്റെ ഒത്ത നടുക്കായിട്ട് നമ്മുടെ ക്യാങ് നിൽക്കുന്നു. അകാല ദൂരെയായിട്ട് അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ പുള്ളി കാണുന്നുണ്ട്. ആ ടൈമിൽ പുള്ളിയുടെ മൈൻഡിലേക്ക് കുറെ തോട്ട്സ് ഇങ്ങനെ വരാണ്. ലൈക്ക് കോണ്ടമിനയുടെ അവസാനം പുള്ളി മൾട്ടിവേഴ്സ് ഓറഞ്ചിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ പുള്ളി ബിയോണ്ട് സോണിലേക്ക് എത്തി. പുള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു പെണ്ണിനെ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി. പുള്ളി അങ്ങനെ അവിടെ പേര് വിളിക്കുകയാണ്, നിനക്ക് വേണ്ടി ഈ ക്യാങ് ചേട്ടൻ തിരിച്ചു വന്നിരിക്കും. അവിടെ സീൻ കട്ടായ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കൗൺസിൽ ഓഫ് ക്യാങ്സ് ആണ്. അവിടെ ഇമോട്ടസ്, റാണട്ടച്ച്, സെഞ്ചുറിയൻ ഇവർ 3 പേരോടെ നിൽപ്പുണ്ട്. ഇവർ 3 പേരും വലിയൊരു പ്രസംഗം കാഴ്ചവെക്കുകയാണ്. ലൈക്ക് നമുക്ക് മൾട്ടിവേഴ്സിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം, എല്ലാം നശിപ്പിച്ച് നമുക്ക് ഒന്നേന്ന് വീണ്ടും തുടങ്ങണം. ആ സമയം വാച്ചർ വന്നിട്ട് പറയണം, എടാ ചള്ളിച്ചക്ക അടങ്ങിയിരുന്നോണം മര്യാദയ്ക്കെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ക്യാങ്ങിൻ്റെ ആ ഒരു ടീം കൗൺസിൽ ഓഫ് ക്യാങ്സ് പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നേ, എന്തായാലും ഇങ്ങോട്ട് വന്ന് നന്നായെന്ന് പറഞ്ഞ് പുള്ളിയെ വടിയാക്കുകയാണ്. അങ്ങനെ വാച്ചറിനെ തള്ളി എഡ്ജ് ഓഫ് ടൈമിൽ ഇടുകയാണ്. ലൈക്ക് വോയിഡ് ആണെന്ന് തോന്നുന്നു. ഇമോട്ടസ് വന്ന് ഭയങ്കര തള്ളടിയാണ്. ഭയങ്കര തള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര തള്ളു. നമുക്ക് ജയിക്കണമെങ്കിൽ, നമ്മൾ ആരാണെന്ന് അവരെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് 2 സാധനം വേണം എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ 2 സാധനങ്ങൾ കാണിക്കുകയാണ്. ആരും തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. ആ ലാസ്റ്റ് സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഷാങ്ചിയുടെ 10 റിങ്സും മറ്റേന്ന് പറയുന്നത് നമ്മുടെ മിസ് മാർലൻ്റെ കയ്യെ കിടക്കുന്ന നെഗാബാൻസും ആണ്. ഈ 2 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയെ നമ്മുടെ കീഴിൽ കൊണ്ടുവരാം. ഈ ലോകം മുഴുവൻ നമുക്ക് ഭരിക്കാം. ആരുണ്ടറാ നമ്മളെ തടയാൻ? കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ബീജി ഒന്ന് മാറ്റി, ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലേ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ലോക്കി അങ്ങനെ മൾട്ടിവേഴ്സിന്റെ ഫുൾ അധിപനായിട്ട് അങ്ങനെ ഇരിക്കുക. ഇങ്ങനെ എന്തോ സംതിങ് റോങ് അടിച്ചത് കൊണ്ട് തന്നെ മോബിയസ് എടുത്ത് T50 എടുത്തും കാര്യം പറയാണ്. അവർ വേണ്ട ആക്ഷൻസ് എടുക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത്. സെയിം ടൈം തന്നെയാണ് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ലൈഫ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് ഉണ്ടാക്കുന്നത്. TVL വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അത് എന്തിനാണെന്ന് നമുക്ക് വഴിയേ പറയാം. അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് സ്കോട്ടിനാണ്. പുള്ളിയുടെ മെന്റൽ സ്റ്റേറ്റ് അത്ര ഓക്കെ അല്ല. കാസിയായിട്ട് ഹോപ്പുമായിട്ടുള്ള പ്രശ്നമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ മൊത്തത്തിൽ ഡിപ്രഷനാണ്. അതിൻ്റെ ഇടയ്ക്കോടാണ് പുള്ളിക്ക് ഈ ക്യാങ്ങിൻ്റെ ഉൾവിളി വരുന്നത്. ലൈക്ക് ക്യാങ് ഇങ്ങോട്ട് വരാൻ പോകുന്നു, എന്തോ പ്രശ്നം നടക്കുന്നു എന്നൊക്കെ. ഇത് പറയാൻ വേണ്ടി പുള്ളി ഹാപ്പിയും സാമിനെയൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ ആരും വേണ്ട നടപടിയൊന്നും എടുത്തില്ല. അടുത്തായിട്ട് നമ്മുടെ സ്പൈഡർമാനെ കാണിക്കുന്നത്. പുള്ളി ഇപ്പോൾ എംബാർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി പുള്ളിക്ക് അവിടെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. ആരാന്നറിയോ? മൈൽസ് മൊറാലിസ്. ഇതൊക്കെ ഇടയ്ക്കൂടെ കാണിച്ചു കൊണ്ടതായിരുന്നു. അതായത് ഇടയ്ക്കൂടെ സിനിമയിലൊക്കെ വരണ്ടായിരുന്നു. ബട്ട് എല്ലാം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അവരിനി ഒന്നുകൂടെ എന്താ ഇവരിപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന എവിടെയാണെന്നറിയോ? ജോസ് പിസ. ലൈക്ക് നമ്മൾ സാം റൈമിയുടെ പടത്തിൽ കണ്ടില്ലേ, അത് തന്നെ. അവിടെയൊന്നും പുള്ളിയെ പിടിച്ചുവിടാണ്. സ്പൈഡർമാൻ്റെ വിധി തന്നെ. ലൈക്ക് ദിവസം ലേറ്റായി വരുന്നു പരിപാടികളൊക്കെ. അവിടെ സീൻ കട്ടായതിനു ശേഷം പിന്നെ നമ്മൾ കാണുന്നത് പീറ്റർ ഇങ്ങനെ ഫോണും നോക്കിക്കൊണ്ട് കിടക്കുന്നതാണ്. അവിടെ MJ പുതിയ ബോയ് ഫ്രണ്ടോട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പുള്ളി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. അപ്പോഴത്തേക്കും നമ്മുടെ മൈൽസ് വന്നിട്ട് പറയാണ്, നമ്മുടെ ടീമിന് പുതിയ പേര് വേണം, ചിലന്തി അണ്ണൈ അല്ലെങ്കിൽ സ്പൈഡർ ഗ്യാങ്സ് എന്ത് പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ പീറ്റർ കുറച്ച് നേരത്തേക്ക് സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മൈൽസ് ഹാപ്പിയായി. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് കമലാഖാനില്ലേ, അതായത് മിസ് മാർവൽ. അവർ പോയി ക്യാപ്റ്റൻ മാർവലിൻ്റെ അടുത്ത് അവർക്കും ഇങ്ങനെ ഒരു ഉൾവഴി വന്നു എന്ന് പറയാണ്. അപ്പോൾ അവർ 2 പേരും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ചിനെ കണ്ടിട്ട് കാര്യം പറയാന്ന് പറഞ്ഞ് കമർത്താജിലേക്ക് പോകാം. സോ പ്ലിങ്ങായി പോയെന്ന് പറയട്ടെ. അവിടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലായിരുന്നു. നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ലാസ്റ്റ് കണ്ടേലും ക്ലിയും കൂടെ ഡാർക്ക് ഡയമെൻഷൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സോ അവരുടെ ട്രാവൽ ഇത്രയായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മിസ് മാർവൽ ക്യാപ്റ്റൻ മാർവൽ വോങ്ങിന്റെ അടുത്ത് വന്ന് കാര്യം പറയാണ്. അപ്പോൾ നമ്മുടെ വോങ്ങിനും കാര്യം മനസ്സിലായി, ഇത് ഇച്ചിരി സീരിയസ് ഇഷ്യൂ ആണ്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നടപടികൾ. അപ്പോൾ തന്നെ നമ്മുടെ മിസ് മാർവലിന്റെ കയ്യിരുന്ന ബാങ്കിൽ തിളങ്ങാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കിനും പുള്ളിക്ക് സ്ട്രൈക്കായി, ഇത് ഇച്ചിരി സീനാണല്ലോ. ഇതുപോലൊരു തിളക്കം നമ്മുടെ വോങ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഷാങ്ചിയുടെ ലാസ്റ്റിൽ പുള്ളിയുടെ ആ 10 റിങ്സ് ആർക്കും ഒരു മെസ്സേജ് അയക്കുന്ന പോലെ കണ്ടില്ലേ, അതൊരു പക്ഷേ ഈ ക്യാങ്ങിനായിരിക്കാം. അതാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതായത് എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ നടക്കുന്നു പറഞ്ഞ് നമ്മുടെ വോങ് പെട്ടെന്ന് തന്നെ ഹൾക്കിനെ വിളിക്കുകയാണ്. ഹൾക്കിനെ വിളിച്ചിട്ട് കാര്യം പറയണം. ഹൾക്ക് ഇപ്പോൾ ഷീ ഹൾക്കും ഷാങ്ജിയൊക്കെ ആയിട്ട് ആ ഒരു ട്രെൻഡറിങ്സിനെ പറ്റി ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളി ഈ കാര്യം പറയുന്നത്, മനുഷ്യരാശിയെ പാടെ ഇല്ലാതാക്കുന്ന ഒരു വലിയ ശക്തി ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതിനെ മനുഷ്യൻ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. വരൂ, എല്ലാവരോടും വരാൻ പറയൂ, എല്ലാവരെയും വിളിച്ചു കൂട്ടൂ. ഈ പ്രശ്നത്തിന് നമ്മളല്ലാതെ മറ്റൊരാൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.